കണ്ണമംഗലം കൂടി ചേർന്നു. ശ്രീ ജലീല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഇറാന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കൗണ്ടർ അറ്റാക്ക് എന്ന രീതിയിലായിരിക്കണം മിഡിൽ ഈസ്റ്റിലെ സൈനിക ക്യാമ്പുകൾ തെരഞ്ഞെടുത്തത്. പക്ഷേ ആ സൈനിക ക്യാമ്പുകളിൽ നിന്നൊക്കെ കൈവിട്ട് ജനവാസ മേഖലയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അത് എത്രത്തോളം സ്ഥിരീകരിക്കാനാകും നമുക്ക്? പ്രത്യേകിച്ച് സൗദിയിൽ നിൽക്കുമ്പോൾ സൗദിയുടെ ഏറ്റവും അതിർത്തി പ്രദേശമായ ബഹ്റൈനിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന, കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടാകുന്ന വാർത്തകൾ കൂടി വരുന്നു. സൗദിയിലെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള അറിയിപ്പുകൾ പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ടോ ജലീൽ? സുഹൈൽ, മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദിയിലെ ഒരു നേരിയ തോതിലുള്ള ആക്രമണമാണ് നടന്നത് എന്ന് പറയാം. സൗദിയിലെ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ആക്രമണം നടന്നത്. അത് ഒന്ന് റിയാദിലും മറ്റൊന്ന് കിഴക്കൻ പ്രവിശ്യയിലുമാണ്. എന്നാൽ ഈ 2 സ്ഥലങ്ങളിലും സ്ഥിതി ഇപ്പോൾ സാധാരണ രീതിയിലാണ്, സുരക്ഷിതമാണ്, ശാന്തമാണ്, ജനജീവിതം സാധാരണ രീതിയിലാണ് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളൊന്നും സൗദിയിൽ അടച്ചിട്ടില്ല, സ്കൂളുകൾ അടച്ചിട്ടില്ല, ഓഫീസുകളൊക്കെ സാധാരണ രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചില വിമാന സർവീസുകൾ ഇത് റദ്ദാക്കിയിട്ടുണ്ട്. പല ഭാഗത്തേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരൊക്കെ വിമാന കമ്പനികളുമായി സൗദിയിൽ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളില്ല. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാഷ്ട്രങ്ങളും അതേതായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.